നമസ്കാരം. ഇന്ന് ഷോദസ് ബിറ്റിൽ അതിഥിയായിട്ടിരിക്കുന്നത് നടൻ സിബി തോമസ് ആണ്. ഷോദസ് ബിറ്റിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. നമസ്കാരം. നമുക്കറിയാം, തൊണ്ടി മുതലും ദൃസാക്ഷ്യം എന്ന് പറയുന്ന ഒരു ചിത്രം, അതാണ് കേരളത്തിലെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് താങ്കളെ എത്തിച്ചത്. അതല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് മായ്ക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമായി മാറ്റിയത് അല്ലെ? എന്ത് പറയുന്നു തൊണ്ടി മുതലും ദൃസാക്ഷിയും? തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന പടം അത്ര മഹത്തരമായിട്ട് ഒരു വർക്ക് ചെയ്ത ശേഷം വന്ന ഒരു ടീമിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് അത് പെട്ടെന്ന് ആൾക്കാരിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാനുള്ളൊരു കാരണമായത്. കാരണം അതിനു മുൻപ് ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കർ ടീം ഇറക്കിയ മഹേഷിൻ്റെ പ്രതികാരത്തിൽ സ്റ്റേറ്റ് അവാർഡിനും പുറമെ കേന്ദ്ര അവാർഡും കിട്ടിയിരുന്നു. ദേശീയ അവാർഡിന് ശേഷം അവർ പുതിയൊരു പടം ഇറക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരിലൊരു ക്യൂരിയോസിറ്റി വളർന്നിരുന്നു. ആ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് എന്താണ് ഇനി ഇറക്കുന്നത് എന്ന് കാണാനായിട്ടും, പിന്നെ ചില വിഭാഗക്കാർ ഇതെങ്ങനെ ആയിത്തീരും, മഹേഷിൻ്റെ പ്രതികാരം പോലെ ഒരു വിജയമായിത്തീരുമോ എന്നുള്ളൊരു സംശയം കൊണ്ടും ഒരുപാട് ആൾക്കാർ ക്യൂരിയോസിറ്റിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ക്യൂരിയോസിറ്റിക്കാരെല്ലാവരും ഒരുമിച്ച് നമ്മുടെ തിയേറ്ററിലേക്ക് എത്താൻ പറ്റിയതുകൊണ്ടാണ് ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ഇത്രയും ജനശ്രദ്ധ നേടിയത്. രണ്ടാമത് അതിൻ്റെ മേക്കിങ്ങിലുണ്ടായ പ്രത്യേകത, ചെറിയൊരു ത്രെഡിൽ നിന്ന് വളർത്തി വലുതാക്കിയെടുത്ത ആ ബ്രില്യൻസ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ഷട്ടൻസ് ബ്രില്യൻസ്, അതാണ് ശരിക്കും നമ്മൾ ഇത് ബേസിക് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ മാത്രമേ അവസാനിക്കാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായ ധാരണ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതിനെ എങ്ങനെ വളർത്തണം എന്നുള്ളതൊരു വർക്ക്ഷോപ്പിലൂടെയാണ് വളർത്തുന്നത്. അത് പോലീസ് സ്റ്റേഷൻ സീക്വൻസ് വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് റിയൽ പോലീസുകാരായ ഞങ്ങളോട് കൂടി ഡിസ്കസ് ചെയ്തിരുന്നു ഇതെങ്ങനെ വളർത്തിയെടുക്കണമെന്നുള്ളത്. പക്ഷേ ഒരു കഥ എവിടെ തുടങ്ങണം, അതെങ്ങനെ പോകണം, എവിടെ അവസാനിക്കണം, അതിനെ ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളത് മാത്രമേ നമ്മൾ ചർച്ച ഉണ്ടായിരുന്നുള്ളൂ. ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രോങ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായും. സിബി തോമസ് എങ്ങനെയാണ് ഈ ഒരു തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലൂടെ എത്തിപ്പെട്ടത്? തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലേക്ക് എത്തിപ്പെട്ടത് വളരെ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അത് എൻ്റെ ഒരു സുഹൃത്ത് അനിൽ, അതായത് നമ്മുടെ ദൃശ്യത്തിലെ എസ്തർ എന്ന കുട്ടി ഉണ്ടായിരുന്നു, ഒരു ചെറിയ കുട്ടിയുടെ വേഷം ചെയ്ത എസ്തറിൻ്റെ ഫാദർ ഉണ്ടായിരുന്നു. അത് എറിക്കിൻ്റെ ഫാദർ. എറിക്കിൻ്റെ പിന്നെ അമ്മ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാണ് കോളേജിൽ. ഞാൻ പഠിച്ചത് നിർമ്മലഗിരി കോളേജ് കൂത്തുപറമ്പിലാണ്. അപ്പോൾ ഞാൻ പുൽപ്പള്ളി CI ആയിരുന്ന സമയത്ത് അവിടെ വന്നിരുന്നു, എന്നെ കാണാൻ വന്നിരുന്നു. ഈ അനിലും വന്നിരുന്നു, മഞ്ജു എന്നാണ് പേര്, അമ്മയുടെ പേര്. അവർ രണ്ടുപേരും വന്നിരുന്നു. അപ്പോൾ എന്നെ ഒരു പോലീസ് വേഷത്തിൽ ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. 22 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പിന്നീട് എന്നെ കാണുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, എന്താ പോലീസായ എങ്ങനെയായി? അവർക്ക് അതായിരുന്നു അത്ഭുതം. കാരണം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കലാപരമായിട്ടും എഴുത്തിൻ്റെ മേഖലയിലും അങ്ങനെയുള്ള രീതിയിലായിരുന്നു കംപ്ലീറ്റ് വളർന്നിരുന്നത്. മിമിക്സ് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, അങ്ങനെയൊക്കെ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്നൊന്നും ചാനലുകളൊന്നുമില്ല, നമ്മുടെ പിന്നെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളൊന്നും നമുക്കില്ല. അത് വല്ല ഉത്സവപ്പറമ്പിലും പള്ളിപ്പെരുന്നാളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ശ്രദ്ധ നേടി കോളേജിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു 3 വർഷം അടുപ്പിച്ച്. യൂണിവേഴ്സിറ്റിയിൽ സോണിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു ഒരു പ്രാവശ്യം. നമ്മുടെ OB വിജയൻ്റെ കടൽ തീരത്ത് എന്ന് പറഞ്ഞൊരു നാടകം, ഒരു ചെറുകഥ, അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ചെറുകഥയുള്ളെന്ന് തോന്നുന്നു. ആ ചെറുകഥ ഞങ്ങൾ നാടകമാക്കി, ഞങ്ങളെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് തോമസ് കുട്ടി മാഷ് നാടകമാക്കി അവതരിപ്പിച്ച് സോണൽ പ്രൈസ് എല്ലാം വാങ്ങിച്ച് ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരാൾ പോലീസിൽ കണ്ടതുകൊണ്ട് അവർക്ക് ഭയങ്കര, എന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു നാടകത്തിലോ, നല്ല നാടകത്തിൻ്റെ KPSC പോലത്തെ നാടകത്തിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ ആയിരുന്നു എന്നെ അവരുദ്ദേശിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സിബി തോമസ് ആണ് എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ കഥ അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ എഴുതിയായിരുന്നു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പിന്നെ എൻട്രൻസ്, ഓൾ ഇന്ത്യ എൻട്രൻസ് ആണ്. അതിൽ മോഷൻ പിക്ചർ ഫോട്ടോഗ്രാഫി ആയിരുന്നു ഞാൻ കൊടുത്ത കോഴ്സ്, സയൻസ് ഗ്രാജുവേറ്റ്സിന് കൊടുക്കുന്നൊരു കോഴ്സാണ്. അപ്പോൾ അതെഴുതി അതിൽ 8ാം റാങ്കിലാണ് എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടിയത്. അവിടെ പോയി ഓറിയൻറ്റേഷൻ കോഴ്സ് ഉണ്ട്. ഒരു കോഴ്സിന് 8 പേർക്ക് ഇന്ത്യൻസിന് അവസരമുള്ളൂ, 2 ഫോറിനേഴ്സ്, അങ്ങനെ ടോട്ടൽ 10 പേരടങ്ങുന്നൊരു കോഴ്സാണ് മോഷൻ പിക്ചർ ഫോട്ടോഗ്രാഫി. അതുപോലെ തന്നെ എഡിറ്റിംഗ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഈ 4 ഡിസിപ്ലിനിലേക്കായിരുന്നു നമ്മളെ വിളിച്ചിരുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തത് മോഷൻ പിക്ചർ ഫോട്ടോഗ്രാഫി. പക്ഷേ ഫൈനൽ റിവ്യൂലൊക്കെ നന്നായി, പിന്നെ ഓറിയൻറ്റേഷൻ കോഴ്സിലൊക്കെ നന്നായി തിളങ്ങാൻ പറ്റിയിരുന്നു. ഇപ്പോഴും അന്ന് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന, അവിടെ പഠിക്കാൻ കഴിഞ്ഞ ഭാഗ്യം സിദ്ധിച്ച സാബു ജെയിംസ് ക്യാമറമാനാണ്, തെലുങ്കിൽ ഒരുപാട് അവാർഡുകൾ വാങ്ങിയ ആളാണ്. രാജീവ് രവി, നമ്മുടെ തൊണ്ടി മുതലിൻ്റെ, ഇവരൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നായിരുന്നു ഓറിയൻറ്റേഷൻ കോഴ്സിന്. അന്ന് മലയാളികൾ തമ്മിൽ മാത്രമായിരുന്നു അന്ന് മത്സരം ഉണ്ടായിരുന്നത്. അന്ന് മറ്റ് സ്റ്റേറ്റുകാർ തമ്മിൽ ഒരു മത്സരമില്ലായിരുന്നു. പക്ഷേ മലയാളികളിൽ ഞാൻ മാത്രമേ
എനിക്ക് മാത്രമേ അതിനകത്ത് സെലക്ഷൻ കിട്ടാതെ വന്നത്. ബാക്കി എല്ലാവർക്കും തന്നെ അവിടെ സെലക്ഷൻ കിട്ടി, അവർ പഠിച്ചു. അപ്പോൾ അവിടെ വെച്ച് ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കപ്പെടുക. കാരണം നമുക്ക് ഇല്ല, സിനിമ വേണ്ട എന്നുള്ളതല്ല, ഇനി സിനിമയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു മാർഗം ലഭിക്കില്ല എന്ന് തോന്നി. കാരണം നല്ലൊരു പിന്നെ ക്രാഫ്റ്റ് വർക്ക് അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു കഴിവ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ, ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് സിനിമ. അപ്പം ടെക്നിക്കൽ അവയർനെസ്സിന് വേണ്ടിയിട്ടും അതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മോഷൻ പിക്ചർ ഫോട്ടോ ക്യാമറമാനാകാനായിട്ട് ഞാൻ പോയത്. ക്യാമറമാനായി കഴിഞ്ഞാൽ അയാൾക്ക് നല്ലൊരു ഡയറക്ടർ ആവാൻ പറ്റും, നല്ലൊരു ആക്ടർ ആവാൻ പറ്റും, എന്തും ആവാൻ പറ്റും. പക്ഷേ ഈ ടെക്നിക്കലായിട്ടുള്ളൊരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയത്. അത് കിട്ടിയില്ല എന്ന് ധരിച്ച സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് പൈസയില്ല. പിന്നെ നമ്മളെ ഡിഗ്രി വരെ പഠിപ്പിച്ച് നമ്മുടെ പിന്നെ പാരൻസ് ഉണ്ടാക്കിയതിന് ശേഷം അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ അവിടെ ചോദിക്കുന്നത് ശരിയല്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വേറെ കാര്യം. എത്രയുണ്ടെങ്കിലും നമ്മളൊരു പർട്ടിക്കുലർ പീരീഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൽഫ് പിന്നെ അവയർനെസ് ഉണ്ടാകും. നമുക്ക് തോന്നും അത് ശരിയല്ല, നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല, ഇത്രയും നമുക്ക് വേണ്ടി മുടക്കിയതിന് ശേഷം ആ ഒരു ചിന്ത എന്നെ ഒരു ജോലിയിൽ എത്തിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞാനൊരു ലാറ്റക്സ് ഫാക്ടറി, ഞാൻ കെമിസ്ട്രി ആയിരുന്നു ഡിഗ്രി എടുത്തിരുന്നത്, ഒരു ലാറ്റക്സ് ഫാക്ടറിയിൽ കെമിസ്റ്റിൻ്റെ ട്രെയിനി ആയിട്ട് കയറി അവിടെ ഒരു വർഷത്തോളം വർക്ക് ചെയ്തു. പക്ഷെ അവിടെ ഞാൻ ചിന്തിക്കുന്നതിനെക്കാട്ടിലും കുറേ അപ്പുറത്തേക്കായിരുന്നു അതിൻ്റെ ഇത്. അതായത് എൻ്റെ ചിന്താഗതിയുമായിട്ട് ഒരിക്കലും യോജിക്കാത്തൊരു ജോലിയാണ്. ഒരു 4 ചുവരുകൾക്കുള്ളിൽ കുറേ രാസപദാർത്ഥങ്ങൾക്കുള്ളിൽ നമ്മളെ കെട്ടിയിടുകയാണ് അവിടെ. അപ്പോൾ അത് പറ്റില്ല എന്ന് തോന്നിയുകൊണ്ട് ആ ജോലി ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, പിന്നെ ജീവിക്കാൻ വേറെ മാർഗ്ഗം വേണമല്ലോ. അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, എടാ ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് കയറുന്നത് നല്ല ഇതാണ്, അതിനകത്ത് കുറേ റെമ്യൂണറേഷൻ കിട്ടും, പക്ഷേ ജോബിന് അത്ര വലിയൊരു ഇതൊന്നും കിട്ടില്ല. ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ജോലി തെറിക്കാം, കാരണം ഇറ്റ്സ് എ പ്രൈവറ്റ് പിന്നെ ഫേം, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പോവാം. അതുകൊണ്ട് അതിലേക്ക് വരുന്നെങ്കിൽ നിനക്ക് ഫ്രീ ടൈം കിട്ടും, നിനക്ക് കഴിവുണ്ടെങ്കിൽ നിനക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിനക്ക് ഫോണിലൂടെ കോൺടാക്ട് ചെയ്ത് പോലും ആൾക്കാരെ, ഡോക്ടേഴ്സിനെയും പിന്നെ മെഡിക്കൽ ഷോപ്സിൻ്റെ ഓണേഴ്സിനെയാണ് നമ്മൾ നോക്കേണ്ട ആവശ്യം, പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും. അത് പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെ അങ്ങോട്ട് നടത്തി അതിൽ കുറേ നാൾ വർക്ക് ചെയ്തു. 10 വർഷത്തോളം വർക്ക് ചെയ്തപ്പോഴാണ് പോലീസിലെ സെലക്ഷൻ കിട്ടുന്നത്. അങ്ങനെയാണ് പോലീസിലെത്തുന്നത്. പക്ഷേ പോലീസിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടാണ് പോലീസിലേക്ക് വന്നത്. വേണോ വേണ്ടത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പോലും ഒരു പരിധിവരെ പറഞ്ഞു, അത് ടെൻഷനാണ്, ഇനി ഇപ്പോൾ അനുഭവിക്കുന്ന ടെൻഷൻ്റെ ഒരു 100 മടങ്ങുണ്ടാവും, അപ്പോൾ പോകണോ വേണ്ടതെന്ന് ആലോചിച്ച് ചെയ്താൽ മതി, നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പോലീസിലേക്ക് വന്നു. പോലീസിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ടെൻഷൻ ഉണ്ടാകും, ടെൻഷൻ ഉണ്ട് എന്നുള്ളൊരു വളരെ ഭയങ്കര ഒരു സത്യമാണ്. അതായത് ഒരു മനുഷ്യൻ, അതൊരു പിന്നെ സാധാരണ മനുഷ്യൻ, നോർമൽ ഹ്യൂമൻ ബീയിങ് അനുഭവിക്കുന്നതിൻ്റെ ഒരു 80% കൂടുതലുണ്ടാകും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ, സാധാരണ പോലീസുകാരൻ തൊട്ട് ഓഫീസർമാർക്ക്. അത്രത്തോളം സ്ട്രെസ്സും, അതായത് പിന്നെ ആകാശത്തിന് താഴെ നടക്കുന്ന എന്ത് സംഭവത്തിനും നമ്മൾ ഉത്തരവാദിയായി മാറുന്ന ഒരു പോസ്റ്റാണ് പോലീസ് എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേഷൻ പരിധിയിൽ ഒരു ഇപ്പം പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ട് ബസ്സിലൊരു പ്രസവം നടന്നെന്ന് പറയുന്ന പോലെ അതിന് പോലും ചിലപ്പോൾ നമ്മൾ ഉത്തരവാദിയായി മാറും. ഏത് നമ്മൾ പറയണം, എന്തുകൊണ്ട് അവർക്ക് ഫെസിലിറ്റി ഉണ്ടാക്കിയില്ല, എന്തുകൊണ്ട് നിങ്ങൾ ആ വീട് സന്ദർശിച്ചില്ല, എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയില്ല. അതൊക്കെ ഈ ഇപ്പോൾ ജനമൈത്രി പോലീസും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസിൻ്റെ ആ ഒരു പിന്നെ സർവീസിൻ്റെ മേഖലയുണ്ടല്ലോ, അതൊരുപാട് വളർന്നുപോയി. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. കാരണം ഗവൺമെൻറ് ഈസ് പേയിങ് ഫോർ ദാറ്റ്. അതുപോലെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പോലീസിനെ പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ലത് കേൾപ്പിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. മോശം പറയുന്ന ആൾക്കാരും ഉണ്ടാവാം, പക്ഷേ ഒരു പരിധിയിലധികം ആൾക്കാരെ, അതായത് 50%-ലേറെ ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് പോലീസ്. അപ്പോൾ ഞാൻ മാനസികമായിട്ട് അതിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു വന്നു. ഇഷ്ടപ്പെട്ട് ഇങ്ങനെ അത് മാത്രം മതി, ഇനി വേറൊന്നും വേണ്ട ലൈഫിൽ എന്ന് ചിന്തിച്ച് വരുന്ന സമയത്താണ് ഈ പറഞ്ഞ എസ്തറിൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ എറിക്കിൻ്റെ അച്ഛൻ അനിൽ എന്നോട് പറയുന്നത്, ഈ ദിലീഷ് പോത്തനും ടീമും ഒരു ഫിലിം ഇറക്കുന്നുണ്ട്, തൊണ്ടിമുതൽ ദൃക്സാക്ഷി എന്ന പേര്. അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നല്ല ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എന്തായാലും സിവിൽ സാർ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരാണ് എനിക്ക് മെയിലിംഗ് അഡ്രസ്സ് എല്ലാം അയച്ചു തരുന്നത്. എന്നാലും ഞാൻ ആദൂർ സ്റ്റേഷനിൽ CI ആയിരുന്നു, ആദൂർ CI ആയിട്ട് വർക്ക് ചെയ്യുക. ആ സമയത്ത് അവിടെ കുണ്ടംകുഴിയിൽ ഒരു ജ്വല്ലറി മോഷണവുമായി ബന്ധപ്പെട്ട് UP-യിലേക്ക് പോകാനായിട്ട് ട്രെയിനിൽ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മെയിൽ കിട്ടുന്നത്. ഞാൻ ട്രെയിനിലിരുന്നുകൊണ്ട് തന്നെ മൊബൈലിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് മൊബൈലിൽ തന്നെ ഞാനൊരു മെയിൽ അയച്ചു, ദിലീഷ് പോത്തൻ ടീമിന് അയച്ചു. ഇങ്ങനെ എൻ്റെ ബയോഡാറ്റ കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ആ കാര്യം ശ്രദ്ധിക്കുന്നേയില്ല. 9 ദിവസം ഞങ്ങൾ UP-യിലുണ്ടായിരുന്നു. അവിടെ പോയി പ്രതികളെല്ലാം പിടിച്ച് തിരിച്ച് വന്നിട്ട് കഴിയുമ്പോഴാണ് എൻ്റെ മെയിലിൽ കുറേ ഇത് വന്നിരിക്കുന്നുണ്ട്, കുറേ അധികം മെയിലുകൾ റിപ്ലൈ വന്നിരിക്കുന്നുണ്ട് ഞാൻ കൊടുത്തതിൻ്റെ. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ അതിൽ വെക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ മൊബൈൽ നമ്പർ അയച്ചു തരാമോ എന്ന് ചോദിച്ചു. അന്നേരം തന്നെ മൊബൈൽ അയച്ചു കൊടുത്തു. 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് വിളി വന്നു, നാളെ ഇവിടെ ഹൈവേ കാസിലിൽ ഇത് നടക്കുന്നുണ്ട്, പിന്നെ ഓഡിഷൻ ഉണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്, ഒരു കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം തലേ ദിവസം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്.
നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ആരോടും പറയാണ്ട് പോയി ഹൈവേ കാസിലിൽ ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നു. ഓഡിഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു 3-4 പിന്നെ സിറ്റുവേഷൻസ് തന്നു. അത് നമ്മൾ അവതരിപ്പിച്ചാണെങ്കിലും കൂടുതലും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടും പോലീസ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു. അത് ചെയ്തു തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ദിലീഷ് പോത്തൻ ഇവിടെ നിന്ന് വരുന്നുണ്ട്, ഗോവ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്, അപ്പോൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ടല്ലോ എന്ന്. പിന്നെ ഞാൻ അന്നേരം പോയി. അപ്പോൾ ദിലീഷ് പോത്തനെ കണ്ടു കഴിഞ്ഞ് പറഞ്ഞു, എല്ലാം വേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം റെഡിയാണ്, ഓക്കെയാണ്. പിന്നെ ഇന്ന വേഷം വേണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒരു താല്പര്യമല്ല, ഒരു നിർബന്ധങ്ങളുമില്ല, ഏത് വേഷങ്ങൾ തന്നാലും ചെയ്യും. എനിക്ക് എൻ്റെ ഒരു പാഷനായിരുന്നു പണ്ട്. അപ്പോൾ നിങ്ങളിലൂടെ അതൊരു അവസരം കിട്ടുവാണെങ്കിൽ പിന്നെ നിങ്ങളെ പോലുള്ള വലിയ ആൾക്കാരുടെ ടീമിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞു. അതിനുശേഷം പിന്നീട് അറിയുന്നില്ല ഏത് വേഷമാണെന്നൊന്നും അറിയുന്നില്ല. ഡിസംബർ 20-ാം തീയതി സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു ലിസ്റ്റ് പ്രകാരം എല്ലാവരുടെയും പേര് വിളിച്ച് ഓരോരുത്തർക്കും വേഷങ്ങൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് മാത്രം വേഷം തരുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്ക് എന്താ പറ്റി, എനിക്ക് അവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചാൽ നോക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഞാനിങ്ങനെ എത്തി നോക്കുകയാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇത് കൊടുത്തിട്ട് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം എൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് സിബി തോമസ്, സബ് ഇൻസ്പെക്ടർ. ഹാപ്പിയായി, വളരെ ഹാപ്പിയായി. ഞാനാണെങ്കിൽ നമ്മൾ സ്വന്തം ഉപയോഗിച്ച് യൂണിഫോമായിട്ട് ചെല്ലാനായിരുന്നു അവർ പറഞ്ഞിരുന്നത്. കാരണം നമുക്കത് ഫിറ്റായിരിക്കും. അതിനുശേഷം നമുക്ക് പുതിയ യൂണിഫോം അവർ വാങ്ങിത്തരും, അങ്ങനെ ഒരു ഇതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ യൂണിഫോം പോലും എടുക്കാണ്ടാണ് പോയത്. പിന്നെ ഞാൻ നേരെ തിരിച്ചു പോയി യൂണിഫോം എടുത്ത് വന്നിട്ടാണ് അന്ന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് തൊണ്ടി മുതലിലേക്ക് എത്തുന്നത്. അത് അന്ന് അനുഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴും നമുക്ക് മനസ്സിൽ ഒരുപാട് ടെൻഷൻ കിടക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഫീൽഡ് വിട്ടിട്ട് കുറേ നാളായി. 14 വർഷമായി ഞാനിപ്പോൾ പിന്നെ പോലീസിൽ വന്നിട്ട്. അപ്പം അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് കേരള പോലീസ് അക്കാഡമിയിൽ വെച്ചായിരുന്നു ട്രെയിനിങ്. അക്കാഡമി ഡേ എന്ന് പറഞ്ഞിട്ട് 3 ദിവസം ഉണ്ടായിരുന്നു, കായിക മത്സരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട. ആ സമയത്ത് പിന്നെ ഞങ്ങൾ അവതരിപ്പിച്ച നാടകത്തിന് അന്ന് അവിടെ സെക്കൻഡ് കിട്ടിയിരുന്നു, ഫസ്റ്റ് വേറൊരു നാടകത്തിന് കിട്ടിയത്. അപ്പം ഞങ്ങളൊരു തെരുവ് നാടകത്തിൻ്റെ സ്റ്റൈലിലുള്ള ഒരു പ്ലേ ആയിരുന്നു അന്ന് ചെയ്തത്. അപ്പോൾ നമുക്കതിന് കിട്ടി. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അന്ന് പെർഫോം ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ പെർഫോം ചെയ്തിട്ടേ ഇല്ല. പിന്നെ വരുന്ന ഈ സിനിമയുടെ സെറ്റിലേക്കാണ്. സത്യമാണ്. പിന്നെ ഇവിടെ ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത്, ഒരു പോലീസ്മാൻ അല്ലെങ്കിൽ നിലവിൽ ചെയ്തുകൊണ്ടുള്ള കാര്യം സിനിമയിലോട്ട് വരുമ്പോൾ അതേ ഫീലിൽ ചെയ്യാൻ വേണ്ടി പറ്റിയോ? നമ്മൾ എന്ന് വെച്ചാൽ ഈ പോലീസ് എന്ന് പറയുന്നത് തന്നെ, പോലീസ് സർവീസ് എന്ന് പറയുന്നത് തന്നെ അഭിനയത്തിൻ്റെ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ ചേരുന്ന ഒരു ജോലിയാണ്. കാരണം ഒരിക്കലും നമ്മുടെ മനസ്സിൽ തട്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരാളോട് നമ്മൾ ദേഷ്യപ്പെടുന്നത് സത്യത്തിൽ നമുക്ക് ആ ദേഷ്യം ഉള്ളിൽ അയാളോടൊന്നുമില്ല. പക്ഷേ അന്നേരത്തെ ആ സിറ്റുവേഷൻ നമുക്ക് തണുപ്പിക്കണമെങ്കിൽ അയാളെ നമ്മൾ ഞെട്ടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് അഭിനയിക്കുകയാണ്. അവന് മനസ്സിലാവുകയും ചെയ്യരുത്, ഇറ്റ്സ് എ റിയൽ പിന്നെ ഇതെന്നുള്ള രീതിയിൽ അവർക്ക് തോന്നുകയും ചെയ്യണം. ആ രീതിയിൽ അഭിനയിക്കുമ്പോൾ അവൻ പേടിക്കും. അതൊരു അഭിനയമാണ് ശരിക്കും. നമുക്ക് അതുപോലെ തന്നെ ഒരു കുട്ടീനെ കാണുകയാണ്. ഒരു കുട്ടീനെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ആ കുട്ടി പേടിക്കാൻ പാടില്ല, പോലീസിൻ്റെ യൂണിഫോം കൊണ്ട് പേടിക്കാൻ പാടില്ല. സാധാരണഗതിയിൽ യൂണിഫോം ഇട്ട് കുട്ടികളെടുത്ത് പോകാൻ പാടില്ലെന്നാണ് പറയുന്നത്. എന്നാലും കുട്ടികളെടുത്ത് യൂണിഫോമിൽ പോകേണ്ട അവസരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലും ആ കുട്ടിയെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരുപക്ഷെ അവൻ്റെ അങ്കിളിനെ പോലെ ആയിരിക്കാം, ഒരുപക്ഷെ അവൻ്റെ അച്ഛനെ പോലെ ആയിരിക്കാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അഭിനയിക്കേണ്ടി വരും. അഭിനയമാണ്, എല്ലാ അഭിനയമാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാള് നമ്മളെ മുന്നിലോട്ട് കയറി വരുമ്പോ നമ്മള് ഒരു അതിഥി എന്ന രീതിയിൽ നമ്മൾ ചിരിച്ച് സംസാരിക്കാറില്ല. അഭിനയമാണ്. സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ വീക്ഷിക്കുന്നുണ്ടല്ലോ, തെറ്റിയാൽ മോശമല്ലേ, ആ ഒരു ചിന്ത വരുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടും. നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഈ രീതിയിലുള്ളൊരു വ്യക്തിയാണ്. മനസ്സിലല്ലേ? അദ്ദേഹം വിചാരിക്കുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് എന്തും ആവട്ടെ, ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഈ രീതിയിലുള്ള വ്യക്തിയാണ്. അതായത് കോടാനുകോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഏത് രീതിയിലുള്ള ഒരു കഥാപാത്രത്തെയും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹ്യൂമറസ് ആയിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ അവതരിപ്പിക്കാം, ഭയങ്കര ടഫായിട്ടുള്ള ആളായിരിക്കാം, മീഡിയം ആയിട്ടുള്ള ആൾക്കായിരിക്കും, വളരെ സ്നേഹപൂർവ്വം പെരുമാറുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവതരിപ്പിക്കാം. ഇതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് മാത്രം നമ്മൾ ചെയ്യുക, ജസ്റ്റ് ബിഹേവ്. പിന്നെ ഒരു കാര്യം, പുതിയ പടം, അതായത് കുട്ടനാടൻ മാർപ്പാപ്പ, അത് പോലീസ് വേഷമാണ്. അതുകൊണ്ടാണ് തന്നെ ഞാൻ പറഞ്ഞത്, ആ പോലീസ് വേഷം എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ വരണമെന്ന് മാത്രം പിന്നെ ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എൻ്റെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് ഉല്ലാസ് പന്തളമാണ്. ഉല്ലാസ് പന്തളം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭയങ്കരമായിട്ട് ചൂടാകുന്നതാണ്, ചൂടാവുകയും ചെയ്യും, അടിക്കുകയും ചെയ്യും.
അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ വളരെ മൈൽഡായിട്ട് നീ പറയുന്നത് ശ്രദ്ധിക്കുക കേൾക്ക് നമുക്ക് ചെയ്യാം ശരിയാക്കാം ഈ രീതിയിൽ പോകുമ്പോഴത്തേക്ക് എടാ പറയാന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ളൂ. അപ്പോൾ ആ ഒരു കോമ്പിനേഷനാണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടനാട് മാർക്കോട്ട്. ചാക്കോച്ചൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ വളരെ നല്ല നമുക്ക് മ്യൂച്വൽ റെസ്പെക്റ്റ് തരുന്ന ആളാണ്. മ്യൂച്വൽ റെസ്പെക്റ്റ് തരുന്ന ആളാണ്. പുതിയൊരാൾ എന്നുള്ള ഒരു രീതിയിലുള്ളൊരു പെരുമാറ്റമൊന്നുമില്ല. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരാളാണ്. പിന്നെ വളരെ സപ്പോർട്ടിംഗ് ആണ്. സപ്പോർട്ടിംഗ് മീൻസ് പിന്നെ നമ്മൾ ഒരു ഭാഗം ചെയ്യുമ്പോൾ എന്തെങ്കിലും രീതിയിൽ നമുക്ക് പിന്നെ ഒരു പക്ഷേ ഡയലോഗ് മിസ്സായിട്ടോ റീടേക്ക് വന്നാൽ പോലും യാതൊരുവിധ ഫ്രസ്ട്രേഷൻ മുതൽ കാണിക്കാറില്ല. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നന്നാക്കി എടുക്കാം എന്ന രീതിയിൽ പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഏകദേശം കുട്ടനാടൻ മാർപ്പാപ്പ വരുന്ന ഒരുപാട് സിനിമകൾ സിബി തോമസിനെ തേടി വരികയാണ്. അതെ. ഏതൊക്കെ സിനിമയാണ് ഇനി ചെയ്യാൻ പോകുന്നത്, ചെയ്ത് കഴിഞ്ഞ സിനിമകൾ? ഒന്ന് പ്രേമസൂത്രം, ജിജു അശോകൻ. കുട്ടനാടൻ മാർപ്പാപ്പ ഓഫ്കോഴ്സ് അത് വരുന്നുണ്ട്. പ്രേമസൂത്രം, ജിജു അശോകൻ, ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന സിനിമയുടെ സംവിധായകൻ്റെ രണ്ടാമത്തെ പടമാണ്. ആ പടം എന്തുകൊണ്ടോ ശ്രദ്ധിക്കപ്പെട്ടില്ല, പക്ഷെ നല്ലൊരു ഫിലിമായിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഫിലിമിലെ മേക്കിംഗ് നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്ന് പറയാൻ ഒരു സംശയമില്ല. ആ രീതിയിലാണ് പോകുന്നത്. അത് ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ ഹ്യൂമറിൽ പോകുന്നതാണ്. ബാലു വർഗീസ്, ചെമ്പൻ വിനോദ്, സുധീർ കരമന, ഇന്ദ്രൻ സേട്ടൻ, കുറേ അങ്ങനെ ഒരു പറ്റം അഭിനേതാക്കൾ വരുന്നുണ്ട് അതിനകത്ത്. അതെല്ലാം ഒരു രസച്ചരലിലൂടെ ഇങ്ങനെ കോർത്തിണക്കി കൊണ്ടുപോവുക. അതിനകത്ത് ഞാനും ഭാഗവാക്കാണ്. ഒരു അധ്യാപകൻ, വളരെ ടഫായിട്ടുള്ള ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിട്ടാണ്. കുട്ടികളെല്ലാം അധ്യാപകൻ്റെ നിഴൽ കണ്ടാൽ തന്നെ പേടിച്ചു പോകുന്ന രീതിയിലുള്ളൊരു കഥാപാത്രമാണ്. പിന്നീട് ആ കഥാപാത്രത്തെ മാറ്റിമറിച്ച് ഹ്യൂമറിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇതാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ കഥയുടെ ഒരു ചെറിയൊരു കാര്യം, നമ്മളെ തൊണ്ടിമുതലിലോട്ട് പോവുകയാണ്. തൊണ്ടിമുതലിൽ ഒരു സീൻ ഉണ്ട്, നമ്മളെ ഫഹദിന്റെ വയറ്റിലോട്ട് അടിക്കുന്ന ഒരു സീൻ. അത് ചെയ്തിട്ട് പോയിട്ട് സിബി തോമസ് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ASIസിനൊക്കെ വിളിച്ചിട്ട് പറ്റിയിട്ടുണ്ടാവും എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. ഇത് റിയൽ ലൈഫിൽ ഉണ്ടാകാറുണ്ടോ? റിയൽ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. കാരണം ചില സമയത്ത് ചെറിയൊരു മാറ്റം ഞാൻ പറയുകയാണ്. നമ്മൾ അഭിനയിക്കുന്നത് എല്ലാ സമയത്തും ചിലപ്പോൾ അഭിനയിക്കുന്നതല്ല. ഒരു പക്ഷേ നമ്മളെ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു വന്നിട്ട് നിൽക്കുന്ന ഒരുത്തനെ നമ്മൾ കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ കൈയോടെ കിട്ടി നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുവരണം. അപ്പോൾ അവനത് നിഷേധിക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ സിസ്റ്റർക്ക് ആണ് ഇത് സംഭവിച്ചതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടിക്കാണ്, അല്ലെങ്കിൽ എന്നോട് അടുത്ത് നിൽക്കുന്ന ആർക്കെങ്കിലുമാണ് ഇത് പറ്റിയത് എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അഭിനയമല്ല, ചിലപ്പോൾ അത് ജീവിതം തന്നെ മാറും. അപ്പോൾ നമ്മൾ അടിച്ചു പോകും, നമ്മളറിയാതെ അടിക്കും. കയ്യബദ്ധങ്ങൾ സർവീസിൽ ഇതുവരെ പറ്റിയിട്ടില്ല. ഇല്ല, പറ്റിയിട്ടില്ല. ഈ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞിട്ട് ഓഫീസിൽ നിങ്ങളുടെ ചെയറിൽ വന്നിട്ട് മനുഷ്യനാണല്ലോ എല്ലാവരും. പോലീസ് എന്ന് പറയുന്ന ഭാഗവും മനുഷ്യനാണ്. അതിനകത്തുനിന്ന് കുറച്ച് സംസ്കരിച്ചെടുക്കുന്നതാണ് ഈ 1 ഇയറിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ സംസ്കരിച്ചെടുക്കുന്നതുകൊണ്ട് മാത്രമാണ് പോലീസിൽ ക്രിമിനൽസ് കുറയുന്നത്. ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. ക്രിമിനാലിറ്റിയും കുറയുന്നത് അതുകൊണ്ട് മാത്രമാണ്. സാധാരണ 45,000 പേരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവാം. 45,000 പോലീസുകാരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ക്രിമിനൽസ് അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുണ്ടാവുള്ളൂ. ഒരു ചെറിയൊരു പൊതു ചർച്ചയിലുണ്ട്, സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിവാദ ചർച്ചയിലുണ്ട്. പാർവതിയുടെ വിഷയം വന്നു. പാർവതി ഒരു മമ്മൂക്കയെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ പെരുമാറി, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തു, അതല്ലെങ്കിൽ ഒരു ഷോയിൽ പറഞ്ഞു. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? അത് പിന്നെ ഓരോരുത്തർക്കും നമ്മുടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായം പറയുന്നതിന് നമ്മൾ ആരും നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ അഭിപ്രായത്തിന് സമൂഹത്തിന് ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ അതിനെ സ്വീകരിക്കുക, ഗുണമില്ലാത്തതിനെ തിരസ്കരിക്കുക. ഇപ്പം നമുക്ക് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കറക്റ്റാണ്. പാർവതി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അങ്ങനെയുള്ള ഡയലോഗുകൾ മോശമാണ്. പക്ഷേ അങ്ങനെയുള്ള കഥാപാത്രങ്ങളും ഇന്ന് ലോകത്തുണ്ട്. ആ ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ കഥാപാത്രം എന്ന് പറയുമ്പോൾ ഓക്കെയാണ്. പക്ഷേ അതിനെ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ കാഴ്ചക്കാർ വേറൊരു രീതിയിൽ സംശീകരിച്ചാൽ അതിൻ്റെ തെറ്റ് മമ്മൂക്കയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്കോ അല്ല, അത് ഉൾക്കൊള്ളുന്ന ആളുടെ പക്വത കുറവാണ്. അല്ല, പാർവതി പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം പാർവതി ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ഷീ ക്യാൻ എക്സ്പ്രസ് ഹെർ വെർഷൻസ്. അതിനൊരു കുഴപ്പമില്ല, അവർക്ക് പറയാം. കാരണം അവർ പറഞ്ഞാൽ തെറ്റില്ല, അവർ പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ അത് ഈ കഥാപാത്രവുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമേ തെറ്റ് വരുന്നുള്ളൂ. തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഈ കഥാപാത്രവുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമേ അതിനകത്ത് നമുക്ക് ചിലർക്കത് അംഗീകരിക്കാനും ചിലർക്ക് അംഗീകരിക്കാതിരിക്കാനും പറ്റുള്ളൂ. ഇപ്പോൾ പാർവതിയെ ഇഷ്ടപ്പെടുന്ന പാർവതിയുടെ ആരാധകരും അതിനെ അംഗീകരിക്കും,
പാർവതിയെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മമ്മൂട്ടിയെ അഗാധമായി സ്നേഹിക്കുന്ന ആൾക്കാരും പിന്നെ അവർ ചിലപ്പോൾ അതിനോട് പ്രതികരിക്കും. ഇവിടെ ഷോ ദ സ്പിരിറ്റ് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി എത്തിയത് മലയാളത്തിൻ്റെ നടൻ സിബി തോമസ് ആണ്. ഇനി വരുന്ന ഓരോ സിനിമകളിലും ഇദ്ദേഹത്തിൻ്റെ അഭിനയങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ മുഖങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.